ഓരോരോ പ്രൊജക്ട്സ് എന്താണെന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് ഉള്ള പ്രൊജക്ടിന്റെ പേര് റിസോഴ്സ് പൂൾ എന്നുള്ള. ബേസിക്കലി റിസോഴ്സ് പൂൾ എന്ന് പറയുമ്പോൾ വളരെ ഡൗട്ട്സ് എന്താ സംഭവം കൊണ്ട് ഉദ്ദേശിച്ചതല്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസോഴ്സ് ബാങ്ക് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എല്ലാവരും പഠിക്കുമ്പോൾ ഓരോരോ സെമസ്റ്റർ എക്സാം വരുമ്പോഴും നമുക്കൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടാവും. ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഇപ്പൊ DS ആണ് എക്സാം ആണെങ്കിൽ ആ DS മെറ്റീരിയൽസ് നമ്മൾ ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് ആൾക്കാരുടെ അടുത്ത് ചില ഫോമിൽ നിന്നുള്ള ഈ ഡോക്സോ PDFs ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഗ്രൂപ്പിൽ ഷെയർ, ഞങ്ങളൊക്കെ ചെയ്തിരുന്നത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അതിൽ ആ ഗ്രൂപ്പിൽ എല്ലാവരും കൊടുന്ന് അവർക്ക് കിട്ടുന്ന റിസോഴ്സ് ഒക്കെ കൊടുന്ന് ഡംപ് ചെയ്യും, ആവശ്യമുള്ളവർ അവിടെ നിന്ന് എടുത്തു പോകുന്നുള്ള പരിപാടിയാണ്. സോ അതേ സെയിം സാധനം കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ആക്കി മാറ്റുക എന്നുള്ളത് ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ കിട്ടുന്ന റിസോഴ്സസ്, ഇപ്പൊ ഒരാളെ കയ്യിൽ കുറച്ച് റിസോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഒരു സെമസ്റ്ററിലെ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ കുറച്ച് റിസോഴ്സസ് ഉണ്ട്. അപ്പൊ അയാൾക്ക് ആ ഒരു റിസോഴ്സ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾ റിസോഴ്സ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു PDF ഉണ്ട്, തേർഡ് സെമസ്റ്ററിലെ DSA എന്നുള്ള ഒരു പേപ്പറിന്റെ കുറച്ച് PDFsോ കുറച്ച് മെറ്റീരിയൽസ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കൊള്ളാം നിങ്ങൾക്കുള്ളത് കൊണ്ട് ഞാനത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മുടെ റിസോഴ്സ് പൂൾ എന്നുള്ള ആപ്ലിക്കേഷന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ആ ഒരു റിസോഴ്സ് സബ്മിറ്റ് ചെയ്തു. പിന്നെ വേറെ ഒരാൾ വരികയാണ്, അവന് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നും മെറ്റീരിയൽ സാധനങ്ങളൊന്നും കിട്ടില്ല. അപ്പൊ അവന് ജസ്റ്റ് എക്സാമിന് 2-3 ദിവസം പഠിക്കാൻ തുടങ്ങുന്ന ഒരാളാണ്. അപ്പൊ റിസോഴ്സ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്ത് കയറുന്ന സമയത്ത് സെമസ്റ്റർ സെലക്ട് ചെയ്തിട്ട് അതിൽ പേപ്പർ സെലക്ട് ചെയ്താൽ അതിൽ അവൈലബിൾ ആയിട്ട് ആൾക്കാർ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച റിസോഴ്സസ് ലിസ്റ്റ് ചെയ്യും. ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ടാബ് ആക്കാം, അതേപോലെ മെറ്റീരിയൽസ് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് വേറെ ടാബ് ആക്കാം. സോ ഇതാണ് ബേസിക്കലി റിസോഴ്സ് പൂൾ ഉള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഒരു സിസ്റ്റം. അതാണ് റിസോഴ്സ് പൂൾ. ഫസ്റ്റത്തെ പ്രൊജക്ട് അതാണ്. സോ അത് ക്ലിയർ ആയി എന്താ ഉദ്ദേശിച്ചത്? റെസ്പോണ്ട് ചെയ്തായിരുന്നു. ഇനി സെക്കൻഡ് സാധനം IQAC എന്ന് പറയും. അത് എത്ര ആൾക്കാർക്ക് അറിയുമെന്ന് പറയില്ല. നമ്മളെ ക്യാമ്പസിലുള്ള ഡോക്യുമെന്റേഷൻ, ഇപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ പല പല ഇവന്റ്സ് നടക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലും കോഴ്സ് ഒക്കെ ക്യാമ്പസിന് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ നടത്താറ് IQAC എന്നുള്ളൊരു ബോർഡാണ്. അപ്പോ ഇതിന്റെ അണ്ടറിൽ കുറെ, ഇപ്പൊ നമ്മളൊരു ഇവന്റ് നടത്തി കഴിയുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞോ, സോറി. ഓക്കെ, ആ ഇവന്റിന്റെ അണ്ടറിൽ എന്തെങ്കിലും നടത്തി കഴിയുന്ന സമയത്ത് സോ അതിന്റെ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും. അപ്പൊ അതൊക്കെ IQAC ത്രൂ ആണ് ആ റിപ്പോർട്ട്സോ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടാവുക. അപ്പൊ ഈ സമയത്ത് IQAC വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റീസിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൊണ്ട് അവർ പറഞ്ഞൊരു പ്രോബ്ലം ആണ്, അവർക്ക് റിപ്പോർട്ട്സോ അതല്ലെങ്കിൽ ഈ ഓരോരോ ഇവന്റ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട്സ് കളക്ട് ചെയ്യാനുള്ള ഒരു യൂണിഫൈഡ് വേ ഇല്ല. അപ്പോൾ അവരെ എല്ലാ ടീച്ചേഴ്സിന്റെ അടുത്തും ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കണം, എന്തായി ആ ഇവന്റ്, എന്തായി അതിന്റെ റിപ്പോർട്ട് എന്തായി. ഇനി അവരുടെ റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ അവർക്ക് IQAC അണ്ടറിൽ കീപ്പ് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റിപ്പോർട്ടിന്റെ ഫോർമാറ്റിലായിരിക്കും അവരെ തന്നിട്ടുണ്ടാവുക. അപ്പൊ അത് പിന്നെയും അവർ ആ ഫാക്കൽറ്റീസ് അതിന് പിന്നാലെ നടന്ന് അവരുടെ റിപ്പോർട്ട്സ് പിന്നെയും അതിന് വേണ്ട ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഈ IQAC കിട്ടിയ ഡാറ്റ വെച്ചിട്ടാണ് പിന്നീട് കോളേജിന്റെ NAAC സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുക. NAAC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കോളേജിന് നാഷണൽ ലെവലിൽ കിട്ടുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ചില ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, A ഗ്രേഡ്, A+ എന്നൊക്കെ പറഞ്ഞിട്ട് A+, A++ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഗ്രേഡുകളാണ്. ഓരോരോ കോളേജിന് ഓരോരോ ഗ്രേഡാണ് കിട്ടുക. അപ്പോൾ ആ ഗ്രേഡ് ഡിസൈഡ് ചെയ്യുന്ന ബോഡിയാണ് NAAC എന്ന് പറയുന്നത്. ഈ NAACന് ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മൾ ഈ സാധനം ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഈ സബ്മിറ്റ് ചെയ്യുന്ന ഓരോ ഡോക്കിനും ഓരോ ഫോർമാറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ നടന്നത് ഒരു ഒരു ക്ലബ് ഇവന്റ് ആണെങ്കിൽ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, അതല്ല ഒരു കോഴ്സ് ആണെങ്കിൽ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഫോർമാറ്റിലുള്ള റിപ്പോർട്ട്സ് ആണ് ഈ NAACന് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അവരെ സൈഡ്, ഫാക്കൽറ്റീസിന്റെ സൈഡിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് പ്രോപ്പറായിട്ട് ഇന്ന ഫീൽഡ് ആണെന്ന് പറഞ്ഞിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഒരു ഇവന്റ് NCCന്റെ സൈഡിലോ അല്ലെങ്കിൽ കണക്റ്റിന്റെ സൈഡിലോ അല്ലെങ്കിൽ NSSന്റെ സൈഡിലോ ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സൈഡിൽ നിന്ന് കറക്റ്റ് കറക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല എളുപ്പമാണ്. ഇപ്പോൾ IQAC ഇരിക്കുന്ന ആൾക്കാർക്ക് NAACന്റെ സബ്മിഷൻ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നിയ ഒരു വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ആപ്ലിക്കേഷന്റെ ഉള്ളിൽ ഈ NAACന് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയ, ഇപ്പൊ ഒരാൾ ഒരു ഇവന്റ് നടത്തി, ഇപ്പോ NCCന്റെ അല്ലെങ്കിൽ NSSന്റെ കോർഡിനേറ്റർക്ക് ഒരു അക്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഈ ഒരു ആപ്ലിക്കേഷൻ IQAC ആപ്ലിക്കേഷന്റെ സൈഡിൽ നിന്ന്. അപ്പൊ ആ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ അവർക്ക്
ഒരു ഫോം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അവർ നടത്തിയത് ഒരു ഇവന്റ് ആണ്, ജസ്റ്റ് ഒരു ക്ലബ് ഇവന്റ് പോലെ ഒരു ഇവന്റ് ആണ്. അപ്പൊ അതിന്റെ റിപ്പോർട്ടാണ് അവർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ആ ഒരു ക്ലബ് ഇവന്റ് എന്നുള്ള ഒരു ടൈപ്പ് സെലക്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ഫോം വരും, എന്തൊക്കെ ഡാറ്റ വേണ്ടത് ഡാറ്റന്റെ ഫീൽഡുകൾ ഫുള്ള് ഫില്ല് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവന്റ് ടൈറ്റില്, ഇവന്റിന്റെ ഇമേജസ്, ഇവന്റ് ഡിസ്ക്രിപ്ഷൻ, എന്താണ് ഇവന്റ് കൊണ്ട് ഇന്റന്റ് ചെയ്ത്, ഇങ്ങനെ കുറച്ച് ഫീൽഡുകൾ ചോദിക്കുന്ന ഒരു ഫോം വരും. ആ ഫോമിൽ ഡാറ്റ അയാൾ ഫില്ല് ചെയ്യുന്നു. അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് IQSന്റെ കോർഡിനേറ്റർക്ക് അതിനൊരു അഡ്മിൻ ലോഗിൻ ഉണ്ടാവും. അവർ ലോഗിൻ ചെയ്ത് കയറുന്ന സമയത്ത് ഈ സബ്മിറ്റ് ചെയ്ത ഫോമുകളെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോ അവരെ ഇപ്പൊ IQSൽ ഇരിക്കുന്ന ഫാക്കൽറ്റീസിന് അത് ഭയങ്കര ഒരു ഈസിനെസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അവർക്ക് നമ്മളെ ക്യാമ്പസിന്റെ സൈഡിൽ നിന്ന് സർട്ടിഫിക്കേഷൻ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഒത്തന്റിക് ആയിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനും പറ്റും. പൊതുവെ സംഭവിക്കാറ് ആ സർട്ടിഫിക്കേഷന്റെ സമയത്ത് കുറെ അവിടെ നിന്ന് പരതി അവരത് വാങ്ങിയെടുക്കാറാണ് പതിവ്. അപ്പൊ അവർ ഓൾറെഡി IQSന്റെ സൈഡിൽ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തൊരു സാധനമാണ്, അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഹോസ്റ്റ് ചെയ്യാം. അതൊക്കെ വലിയൊരു ഹെൽപ്പ് ആയിരിക്കുന്ന രീതിയിൽ അവർ അപ്രോച്ച് ചെയ്തൊരു റിക്വയർമെന്റ് ആണ് അത്. സോ അത് ക്ലിയർ ആയി എന്തോന്നല്ലേ? കുറച്ച് ട്രിക്ക് ആയി പോയി പറഞ്ഞപ്പോ. റെസ്പോണ്ട് ചെയ്യണം. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ പറയട്ടോ. ഇത് എല്ലാവർക്കും ഇനീഷ്യലി തന്നെ ക്ലിയർ ആവാൻ ഒരു സാധ്യതയില്ലാത്തൊക്കെ ചില സാധനങ്ങളാണ്. ചിലർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. ഇത് ഇനീഷ്യലി അറിയാത്ത ആൾക്കാർക്ക് ഇത് ആദ്യം പറയുമ്പോൾ ഡൗട്ട്സ് ഉണ്ടാകാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് സാധനം പറയാം. നെക്സ്റ്റ് സംഭവം ഹോസ്റ്റൽ മാനേജ്മെന്റ് ആണ്. അത് ആ പേര് തന്നെ കുറെയൊക്കെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. മറ്റ് രണ്ടിനെയും സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും ആ പേരാണ്. ഒബിയസ്ലി ഹോസ്റ്റൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഹോസ്റ്റലിലുള്ള കുറെ പ്രോസസ്സുകൾ ഒന്നുകൂടി ട്രാൻസ്പെറന്റ് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാനുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഹോസ്റ്റലിലുള്ള സ്റ്റുഡൻസിന്റെ ഡാറ്റ കീപ്പ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം, ഹോസ്റ്റലിൽ ആഡ് ചെയ്യുന്ന ഹോസ്റ്റലിൽ നിൽക്കുന്ന സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് അതിലുണ്ടാവും. പിന്നെ അവരെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ഡീറ്റെയിൽസ്, പിന്നെ ആ വാർഡനെ ഹോസ്റ്റലിലെ സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാൻ, ഇപ്പോൾ ഇപ്പൊ എത്ര ആൾക്കാർ ഹോസ്റ്റലിൽ അവൈലബിൾ ആണ്, എത്ര ആൾക്കാർ പുറത്തുണ്ട്, അപ്പൊ അവരെ ആ ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഹോസ്റ്റൽ മാനേജ്മെന്റിനോട് ഉദ്ദേശിച്ചത്. പിന്നെ ഇതില് മസ്റ്റ് ഹാവ്, ഇപ്പോ നൈസ് ടു ഹാവ് സാധനങ്ങളുണ്ട്. ഇപ്പൊ ഈ മുകളിൽ പറഞ്ഞ പ്രൊജക്ട്സ് ഒക്കെ മിനിമം റിക്വയർമെന്റ്സ് ഉണ്ട്, നൈസ് ടു ഹാവ് സാധനങ്ങൾ. ഇപ്പോൾ കുറച്ചും കൂടി നല്ല ഫീച്ചർ ആയിട്ട് ആഡ് ചെയ്താൽ കൊള്ളാൻ പറയുന്ന പോലെ ഹോസ്റ്റൽ മാനേജ്മെന്റ് സൈഡിൽ നിൽക്കുവാണെങ്കിൽ ഇവരെ മീൽസിന്റെ ഈ റിപ്പീറ്റിംഗ് സാധനങ്ങൾ, ഇവരെ എന്താ പറയാ, മീൽസ് റെഡി ആയിട്ടുണ്ടോ, മീൽസ് എപ്പോഴാണ് അവൈലബിൾ ആയിട്ട്, സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ഹോസ്റ്റൽ മാനേജ്മെന്റ് കേസിൽ അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഹോസ്റ്റലിലെ സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം. ഹോസ്റ്റലിലെ സ്റ്റുഡൻസിന് അത് ലോഗിൻ ചെയ്ത് കയറുന്ന സമയത്ത് അവർക്ക് ചെക്ക് ഇനും ചെക്ക് ഔട്ടും ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതേപോലെ അത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു അവർക്ക് പേഴ്സണലി ലോഗിൻ ചെയ്തുകൊണ്ട് ചെക്ക് ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ വാർഡന്റെ സൈഡിൽ ഒരു അവരുടെ വാർഡന്റെ ഫോണിൽ നിന്ന് വാർഡനെ ലോഗിൻ ചെയ്തിരുന്ന ഒരു സ്റ്റുഡന്റിനെ എടുത്തിട്ട് ഓക്കെ ചെക്ക് ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ അത് പല രീതിയിൽ ചിന്തിക്കാം. ഇപ്പോൾ ഒരു സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്യുമ്പോൾ ആ ബാർകോഡും സ്കാൻ ചെയ്യുമ്പോൾ ചെക്ക് ഇൻ ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റാം. സോ അതെങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഐഡിയ വെച്ചിട്ട് പ്ലാൻ ചെയ്യാവുന്ന ഒരു കേസാണ്. സോ അതാണ് ഹോട്ടൽ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഹോട്ടലിലുള്ള സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാൻ, അവരെ അത് അറൗണ്ട് ഉള്ള കുറച്ച് ഫീച്ചേഴ്സ് മാനേജ് ചെയ്യാൻ. സോ അത് ക്ലിയർ ആയോ? കൂടുതലായിട്ട് പറയാൻ അത് ഓൾറെഡി ആ പേര് തന്നെ കുറെയൊക്കെ ക്ലിയർ ആണ് എന്താ സംഭവം എന്നുള്ളത്. കുറച്ച് നിങ്ങൾക്ക് ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ്. റെസ്പോണ്ട് ചെയ്യും. ഇതിൽ ഡൗട്ട് ഉണ്ടോടാ സുമീഷ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടോ. ജസ്റ്റ് ഞാൻ മൂവ് ഓൺ ചെയ്യാണ്. ഇനി വെർച്വൽ പ്രോഗ്രാം വാളാണ് നെക്സ്റ്റ്. ഇതില് ഈ പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ, സെക്കൻഡ്.
മൈക്ക് മ്യൂട്ടാണ്. ഓക്കെ, കണ്ടിന്യൂ അല്ലേ? ഇനി നെക്സ്റ്റ് വെർച്വൽ പ്രോഗ്രാം ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മളെ ക്യാമ്പസിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അറിയാം കുറെ ഇവന്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ പല ക്ലബ്ബ് നടത്തുന്ന ഇവന്റ്സ് ഉണ്ട്, NCCന്റെയും NSSന്റെയും ഡിബേറ്റ് ക്ലബിന്റെയും കണക്റ്റിന്റെയും ഒക്കെ പല പല ഇവന്റ്സ് നടക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഒറ്റ ഒരു വെർച്വൽ വാളിൽ ഇതൊക്കെ അറിയാനുള്ള ഒരു ഓപ്ഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇവന്റ്സ് ഒക്കെ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതില് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനം വെർച്വൽ പ്രോഗ്രാം വാൾ എന്നൊക്കെ പറയുമ്പോൾ വെർച്വലി ഒരു ഒരു പ്ലീസിങ് ആയിട്ടുള്ള, ഇപ്പൊ അത് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയിൽ, ഇപ്പൊ എന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ്, എനിക്ക് ഈ പോസ്റ്റേഴ്സ് എല്ലാ ഭൂരിഭാഗം ക്യാമ്പസിൽ നടക്കുന്ന ഇവന്റ്സിനും പോസ്റ്റേഴ്സ് ഉണ്ടാവും. ആ പോസ്റ്റേഴ്സ് ഒക്കെ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് ഒരു ജയന്റ് ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ യൂസേഴ്സിന് വന്നിട്ട് ഒരാൾ രാവിലെ ക്യാമ്പസിലോട്ട് വരികയാണ്, അപ്പൊ അയാൾക്ക് എന്തെങ്കിലും നല്ല രസമുള്ള ഇവന്റ്സ് ഉണ്ടോ, അപ്പൊ അയാൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അയാൾ ആ ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഇവന്റ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഈ വാളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അയാൾക്ക് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ലിങ്ക്, ഫോർ എക്സാമ്പിൾ അതിന് ഒരു രജിസ്ട്രേഷൻ ഫോം ആണെങ്കിൽ അതിലോട്ട് റീഡയറക്ട് ചെയ്യും. അല്ല എന്താണോ ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പോയിന്റ് എന്താണോ അതിലോട്ട് അയാളെ റീഡയറക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇതാണ് വെർച്വൽ പ്രോഗ്രാം വാൾ കൊണ്ട് ഉദ്ദേശിച്ചത്. സോ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ഒബ്വിയസ്ലി വേണ്ടില്ല ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഇപ്പോൾ കോർഡിനേറ്റേഴ്സിന് ഇവന്റ്സ് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കും. അതേപോലെ സ്റ്റുഡൻസിന് ഓപ്പൺ ആയിട്ട് എല്ലാ സ്റ്റുഡൻസിനും ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് ഈ ഇവന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കാണാനുള്ള ഒരു ഓപ്ഷൻ. സോ ഇത്രയാണ് വെർച്വൽ പ്രോഗ്രാം വാളിനുള്ള ആ ഒരു ആപ്ലിക്കേഷനിൽ വരിക. ഒബ്വിയസ്ലി ഇതും നമുക്ക് അപ്പോ പല ആൾക്കാരെ എപ്പോഴും പറയുന്ന സംഭവം, ഒരാളൊരു ക്ലബിന്റെ ഭാഗം അല്ലെങ്കിൽ അയാള് ഓൺലൈനിൽ ഈ വാട്സപ്പിലെ സാധനങ്ങൾ അത്ര ആക്റ്റീവ് അല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ഇവന്റ്സ് മിസ് ഔട്ട് ആകാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്, ചിലപ്പോൾ അറിയാതെ പോയി ഇവന്റ്സ്. അപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ പോയിന്റ് നമ്മളെ ക്യാമ്പസിൽ വരുന്ന എല്ലാ ഇവന്റ്സും അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുന്ന സിംഗിൾ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല സുഖമാണ്. ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുന്നു, അപ്പം നടക്കുന്ന ഇവന്റ്സിന് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. പിന്നെ അതിൽ എക്സ്ട്രാ ഒരു ഫീച്ചർ പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയ സാധനം, ഇപ്പോൾ അയാൾ എന്തെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയാളൊരു NCC അല്ലെങ്കിൽ NSS അല്ലെങ്കിൽ കണക്ട് എന്നുള്ള ഒരു എന്റിറ്റിന്റെ പ്രോഗ്രാംസ് അയാൾ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന പോലെ അയാൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന വിചാരിക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ക്ലബിന്റെ ഇവന്റ്സ് എന്തെങ്കിലും പിന്നെ വരികയാണെങ്കിൽ അയാൾക്ക് നോട്ടിഫിക്കേഷൻ പോകാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ എക്സ്ട്രാ സാധനങ്ങളാണ്. സോ അങ്ങനത്തെ പല പല ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആലോചിക്കാം. അത് നിങ്ങളെ ക്രിയേറ്റിവിറ്റിയാണ്. പക്ഷേ ഡെവലപ്പർ അല്ലെങ്കിൽ അതിന്റെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ക്രിയേറ്റിവിറ്റിന്റെ വിസിൽ നിൽക്കുന്ന സാധനമാണ്. സോ അതാണ് വെർച്വൽ പ്രോഗ്രാം വാൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി സോ ഇത് ക്ലിയർ ആയോ? ഞാൻ കണ്ടിന്യൂ ചെയ്യാം, ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നില്ല, നമുക്ക് എൻഡിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഇനി ഫോം ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്യാമ്പസിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്കും ഇപ്പോൾ ഓഫീസിലോട്ട് പോകുമ്പോഴോ സിംഗിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇവന്റ് നിങ്ങൾ നടത്തണം, അല്ലെങ്കിൽ ഒരു NCCനോ അല്ലെങ്കിൽ NSSO NCCയോ കണക്റ്റിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു ലീഡാണ് അല്ലെങ്കിൽ കോർഡിനേറ്റർ ആണെങ്കിൽ നമ്മൾ പല ഇവന്റ്സും കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർമിഷൻ ഒക്കെ വാങ്ങേണ്ടി വരും ഓഫീസിനൊക്കെ. അതേ അങ്ങനത്തെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു പെർമിഷന്റെ ഫോം പൊതുവെ ചെയ്യാറ്, ഒരുപാട് ആൾക്കാരും ചെയ്യാറ്, ഒരു എഫോർട്ട് എടുക്കുന്നു, അത് ജസ്റ്റ് ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതി ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കുക എന്നുള്ളത്. സോ ഇതിങ്ങനെ അല്ലാതെ നമ്മളൊരു ടെംപ്ലേറ്റ് സിസ്റ്റം, അവർക്ക് അതിൽ എന്താണ് ഇപ്പോൾ അവർക്ക് ഒരു പെർമിഷൻ വാങ്ങണം, ഇപ്പോൾ പ്രിൻസിപ്പലിനോട് അപ്രോച്ച് ചെയ്തൊരു പെർമിഷൻ വാങ്ങാൻ വേണ്ടത് NCCന്റെ ഭാഗമായിട്ട് ക്ലബ് NCC ആണ്, പെർമിഷന്റെ മാറ്റർ ഇന്നതാണെന്നുള്ളത് ഇൻപുട്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർമിഷൻ ഫോം ഒരു A4 സൈസിൽ പ്രിന്റ് കിട്ടുന്ന ഒരു സിസ്റ്റം അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പല പല ടൈപ്പ് ഫോമുകളുണ്ടാവും. ഇപ്പോൾ പെർമിഷൻ ലെറ്റേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രപ്പോസൽസ്, ഒരു ഇവന്റ് നടത്താൻ എന്തെങ്കിലും ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആവുക, പ്രപ്പോസൽസ് ഉണ്ടാവാം. എന്തെങ്കിലും ഇവന്റ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ ചെലവ് വന്ന കാര്യങ്ങൾ റിപ്പോർട്ട് പോലെ കൊടുക്കാനുള്ള അങ്ങനത്തെ ഫോമുകൾ, ടോട്ടലി ഒരു ഇവന്റിന്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഫോം, ഇങ്ങനത്തെ കുറച്ച് ഫോംസിന് ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്ത് അതിന് ഇൻപുട്ട് തരുന്ന സമയത്ത് അതിന്റെ ഔട്ട് ജസ്റ്റ് അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇതാണ് ഫോം ടെംപ്ലേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. സോ ഇത് കുറെ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ക്യാമ്പസിൽ. പല ആൾക്കാരും പല ഇവന്റിനും ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇത് എഴുതാന്നുള്ള ഒരു ടാസ്ക് പരിപാടിയാണ്. പിന്നെ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു യൂണിഫൈഡ് ഫോർമാറ്റ് ഉണ്ടാവില്ലല്ലോ.
അപ്പോ നമ്മളൊരു ഒരു സിസ്റ്റം വെച്ച് ഇപ്പൊ ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര നീറ്റ് ആയിട്ടുള്ള ഒരു സാധനം എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലെറ്റർ പാഡ് കുറച്ച് വലിയൊരു ഫേമിന്റെ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനീസിനൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ എന്ത് റിക്വസ്റ്റോ അല്ലെങ്കിൽ നോട്ടീസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ലെറ്റർ പാഡിലാണല്ലോ വരിക. സോ ആ ലെറ്റർ പാഡിന്റെ സിസ്റ്റം ഈസിലി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഞാൻ അതല്ല ഇപ്പൊ നമ്മുടെ ക്യാമ്പസിലേക്ക് MSF അങ്ങനെ അവരെ ഈവൻസിന് ചില സാധനങ്ങളൊക്കെ ലെറ്റർ പാഡ് പോലെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ അവർ ഡിസൈനേഴ്സിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അത് ഒഴിവാക്കിയിട്ട് അത് കുറച്ചുകൂടി എളുപ്പമാക്കുക, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫോം ടെംപ്ലേറ്റ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതില് മിനിമം സാധനം കുറച്ച് ഇപ്പൊ നമ്മളെ ക്യാമ്പസിൽ മിനിമം യൂസ് ചെയ്യുന്ന കുറച്ച് ഫോംസ് ഉണ്ടാവും. ആ ഫോംസ് ഇനീഷ്യലി ഇൻക്ലൂഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. പിന്നീട് എക്സ്ട്രാ ഒരു ഫീച്ചർ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം കസ്റ്റം ഫോംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ കൊടുക്കാം. അവരുടെ സൈഡിൽ നിന്ന് കസ്റ്റം ഫോംസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പൊ അതൊക്കെയാണ് ഇതിന് എക്സ്ട്രാ ആയിട്ട് വരിക. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് എന്ത് സംഭവങ്ങളും ഇതിൽ ഇപ്പൊ എനിക്ക് ഇപ്പൊ തോന്നുന്ന കുറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എന്ത് സംഭവങ്ങളും ഇത് ഇംപ്രവൈസ് ചെയ്യാനുള്ള എന്ത് സംഭവങ്ങളും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ വെന്യൂ ബുക്കിംഗ് ആണ് അവസാനത്തെ പ്രൊജക്ട്, 6th പ്രൊജക്ട്. വെന്യൂ ബുക്കിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മളെ ക്യാമ്പസിൽ ഇവന്റ്സ് നടത്താൻ കുറച്ച് വെന്യൂസ് ഉണ്ട്. ഇപ്പോ ഓപ്പൺ തിയേറ്റർ ഉണ്ട്, AVT, സെമിനാർ ഹാള്, ഇത്രയും കുട്ടികൾ. സോ ഇങ്ങനെ ഓരോരോ ഇവന്റ്സ് നടത്താനുള്ള വെന്യൂസ് ബുക്ക് ചെയ്യാൻ ഇപ്പൊ നമ്മൾ ചെയ്യാറ് ഒരു പെർമിഷൻ ഉണ്ടാക്കി പ്രിൻസിപ്പളെ കണ്ടു. ആ പെർമിഷൻ പ്രിൻസിപ്പൾ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂപ്രണ്ടിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടുന്ന് അവൈലബിലിറ്റി നോക്കി ഒക്കെയാണ് അത് ചെയ്യാറ്. ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ അവൈലബിലിറ്റി നോക്കാതെ ഇപ്പോൾ അവിടെ ഒരു ബുക്കാണ് ഉണ്ടാവും, അത് ഈ പെർമിഷൻ വാങ്ങിയ ആൾക്കാർക്ക് നല്ലോണം അറിയുന്നുണ്ടാവും. അത് അവർ രജിസ്റ്ററിൽ പോയി നോക്കണം, ഇന്ന ദിവസം ആരെങ്കിലും ആ ഒരു വെന്യൂ ബുക്ക് ചെയ്തിട്ടുണ്ടോ, അവിടെ എന്തെങ്കിലും ഇവന്റ്സ് നടക്കുന്നു നമ്മൾ പോയി ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മളത് പെർമിഷൻ ലെറ്റർ ഉണ്ടാക്കിയിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത് നോക്കാതെ നമ്മൾ പെർമിഷൻ ലെറ്റർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബിയസ്ലി അവിടെ ഓൾറെഡി ഒരാൾ ഇവന്റ് നടത്താൻ വേണ്ടി ബുക്ക് ചെയ്തല്ലോ, അപ്പൊ അത് നമുക്ക് കിട്ടില്ല. സോ ഇങ്ങനെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെന്യൂ ബുക്കിംഗ് എന്നുള്ളൊരു സിസ്റ്റം പ്രപ്പോസ് ചെയ്യുന്നത്. ഈ സിസ്റ്റം ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ലോഗിൻ ചെയ്തു ഒരാൾക്ക് ഒരു ഇവന്റ് നടത്തണം, അല്ലെങ്കിൽ ഒരു ക്ലബിന്റെ സൈഡിൽ നിന്ന് ഒരു ഇവന്റ് നടത്താനുണ്ടെങ്കിൽ അവർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഓരോരോ ഒരു കലണ്ടർ പോലുള്ള ഒരു വ്യൂ ആയിരിക്കും കാണിക്കുക. ഇനീഷ്യലി എന്തൊക്കെ വെന്യൂസ് ഇപ്പൊ നമ്മളെ ക്യാമ്പസിൽ അവൈലബിൾ ആയിട്ടുള്ള വെന്യൂസ് ലിസ്റ്റ് ചെയ്യും. AVT സെമിനാർ ഹാൾ എന്ന രീതിയിൽ ആ ലിസ്റ്റ് വരും. അപ്പോൾ അതിന് വേഗം വേണ്ടത് AVT ആണ് വേഗം ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ AVT സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ദിവസങ്ങളിലാണ് അവിടെ ഓൾറെഡി രജിസ്ട്രേഷൻ ബുക്കിംഗ് നടന്നിട്ടുള്ളതെന്ന് കാണിക്കും. ഓൾറെഡി ഇവന്റ്സ് നടക്കാൻ പോകുന്ന ദിവസങ്ങളിൽ ബുക്ക്ഡ് ആണെങ്കിൽ ഒബിയസ്ലി അയാൾക്ക് അയാളെ ആ ഒരു ഇവന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അയാൾ ഒരു 12th ജനുവരി 12th ഇവന്റ് നടത്താൻ ഉദ്ദേശിച്ചെങ്കിൽ അന്ന് ബുക്ക്ഡ് ആണെങ്കിൽ അയാൾക്ക് ആ സിസ്റ്റം എടുത്ത് നോക്കി അപ്പൊ തന്നെ മനസ്സിലാകുന്നത് ബുക്ക്ഡ് ആണെന്നുള്ളത്. അത് ബുക്ക് ആണെങ്കിൽ അയാൾക്ക് ആ ദിവസത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ആ 12th അത് വേക്കന്റ് ആണ്, അന്ന് ആരും ബുക്കിംഗ് ഒന്നും ഓപ്ഷൻസ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് അയാൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള അപ്പോൾ ഇന്ന പ്രോഗ്രാം ഉണ്ടെന്നുള്ള ഡിസ്ക്രിപ്ഷൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് പ്രിൻസിപ്പൽ എടുത്തത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒബിയസ്ലി നമ്മുടെ ക്യാമ്പസ് പ്രിൻസിപ്പളുടെ നിന്ന് പെർമിഷൻ വാങ്ങി ലെറ്റർ എന്തെങ്കിലും വേണ്ടിയും ചിലപ്പോൾ. അപ്പോൾ ലെറ്റർ ഉണ്ടെങ്കിൽ ആ ലെറ്ററിന്റെ സാധനങ്ങൾ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സൂപ്രണ്ടിന് ആരാണോ അഡ്മിൻ, അത് അഡ്മിൻ സൈഡ് ഉണ്ടാവും അതിന്. അപ്പോൾ അഡ്മിന് റിക്വസ്റ്റ് പോലെ പോകും, ഇന്ന ദിവസം ഇന്ന സ്ഥലത്തിന് ഇന്ന റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. സോ അവരുടെ സൈഡിൽ നിന്ന് അപ്രൂവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് അലൗട്ട് ചെയ്യും. സോ ഇതിനോട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ക്യാമ്പസിൽ ഈ സിസ്റ്റം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന ദിവസം ആ ഒരു വെന്യൂ അവൈലബിൾ ആണോ അല്ലയോ, സോ അത് ബുക്ക് ചെയ്യാൻ പറ്റുമോ, ഇനി എത്ര ആൾക്കാർ ആ വെന്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു സിസ്റ്റമാണ് വെന്യൂ ബുക്കിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, നമ്മൾ ഈ ഫിലിംസിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴുള്ള കൈൻഡ് ഓഫ് ഒരു സിസ്റ്റമാണ് ഉദ്ദേശിച്ചത്. ഇത്രയാണ് പ്രൊജക്ട്സിനെ കുറിച്ച് പറയാൻ.